ഞാൻ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ പഠിച്ചത് BSc ഫിസിക്സ് ആയിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷൻ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ഒരു കൺഫ്യൂസ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. എങ്ങനെ ഈ ഒരു ഇതിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്ത് അതിൽ എങ്ങനെ എസ്റ്റാബ്ലിഷ് ആവും എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലി എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത് കൊണ്ട് എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി. ഇല്ല, എനിക്കിത് ഒരു സിറ്റുവേഷൻ വന്നതാണ്. US ഇതേപോലെ ഞാനൊരു ഡാൻസറാണ്. അപ്പൊ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കാനായിട്ട് ഒരു ഡാൻസ് ഇൻസ്ട്രക്ടറായിട്ട് എനിക്കൊരു ഓഫർ വന്നു. പക്ഷെ ആ സമയത്താണ് ഞാൻ UK ഓഡിഷൻ കൊടുത്തത്. അപ്പം എന്നെ സംബന്ധിച്ച് അതൊരു ഐറണിയാണ്. ഞാൻ പ്ലേ ചെയ്ത ക്യാരക്ടറും എൻ്റെ റിയൽ ലൈഫിലുണ്ടായ ഇൻസിഡന്റും ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. സോ കിട്ടിയാലും ഞാൻ പോവുമായിരിക്കാം, പക്ഷെ ഞാൻ അവിടെ അങ്ങനെ സെറ്റിൽ ആവാനല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുമായിരുന്നു നിങ്ങളത് മോസിയുടെ ഫസ്റ്റ് പ്രസ് മീറ്റ് ആണ്. അപ്പൊ എൻ്റെ അടുത്ത് വന്നപ്പോ തന്നെ അനുഗ്രഹിക്കണം, എന്റെ ആദ്യത്തെ പ്രസ് മീറ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ മോസിയോട് എന്തെങ്കിലും ചോദിക്കണം എന്ന് പറയാതിരിക്കുന്നു. മോസിയോ അല്ല, എനിക്ക് ഇതേപോലെ 2019 കൊറോണക്ക് മുന്നേ ഒരു നല്ല ഓഫർ വന്നതാ UK. അവിടെ ബ്രൈറ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അവൻ എന്നോട് പറഞ്ഞടാ, ഒന്നും നോക്കണ്ട, നീ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ പൊളിക്കാന്നും പറഞ്ഞിട്ടാണ് അവൻ എന്നെ വിളിച്ചത്. പക്ഷെ സിനിമയായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ 2017 എൻ്റെ ക്യൂവിന് ഇറങ്ങി. പിന്നെ 2019 മുതൽ നമ്മൾ ഞാനും അശ്വിനും അനുരാഗം എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ പരിപാടിയിലായിരുന്നു. ആ സിനിമ 2020 സംഭവിക്കേണ്ടതായിരുന്നു, അത് 2023 പിന്നെ റിലീസായിരുന്നു. പിന്നെ എനിക്ക് പുറത്തോട്ട് പോകാൻ ഒരു ആഗ്രഹമില്ല. എനിക്ക് ഇവിടെ നിന്നാൽ മതി. എനിക്കിപ്പോ എന്താ പറയാ, ഞാൻ എൻ്റെ 18, 19 എത്ര അടവേണമെങ്കിലും ഞാൻ ശ്രമിച്ച അവസാനം ഇവിടെ ഒരു രക്ഷയില്ല എന്ന ഓപ്ഷൻ വന്നാൽ ഞാൻ അവസാനം ഓക്കെ, എന്നാ പിന്നെ അവിടെ പോയാലേ രക്ഷയുള്ളൂ എന്ന മൊമെന്റിലേ ഞാൻ അങ്ങോട്ടേക്ക് പോകത്തുള്ളൂ. തീർച്ചയായിട്ടും ഞാനത് ഇതിനു മുമ്പ് നടന്ന പല ഇന്റർവ്യൂവിലും ഞാനെന്ന് പറഞ്ഞു, ഒരു സിനിമ എന്ന് പറയുന്നത് അതൊരു ശരി, ഓഫ്കോഴ്സ് ഇതൊരു ബിസിനസ് ആണെന്ന് ഞാൻ പറയില്ല. നമ്മൾ മുടക്കുന്ന മുതൽ തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിക്കും. അതിലുപരി നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ്, ഇത് പ്രൊഡക്റ്റ് ആയാലോ അല്ലെങ്കിൽ ഇപ്പൊ സിനിമയാവുമ്പോൾ അത് കണ്ടിട്ട് ആളുകൾ നല്ലത് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പം അതിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനത് വളരെ മുൻതൂക്കം കൊടുക്കുന്ന ഒരാളാണ്. സിനിമ ഒരു ബിസിനസ്സായിട്ട് ഞാൻ കാണുന്നേ ഇല്ല. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ 2017 രക്ഷാധികാരി ബൈജു ചെയ്തത്. അതിനുശേഷം ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, എന്നിട്ട് സബ്ജക്റ്റ് അപ്പൊ അതാണ് സിനിമയായത്. അപ്പൊ ഇതിലൊരു അഫ്കോഴ്സ് ഫൈനാൻഷ്യൽ ഇതുണ്ട് തീർച്ചയായും. അതുകൊണ്ടാണല്ലോ അതൊരു കൊമേഴ്സ്യൽ രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ഡോക്യുമെന്ററി ആയിട്ട് എടുത്താൽ മതിയല്ലോ. അപ്പൊ എല്ലാ കൊമേഴ്സ്യൽ ചെരുവകളും കൂടി ചേർത്ത് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്. എൻ്റെ മോള് UK കേട്ടോ. ഞാൻ അവളോടൊരു വീഡിയോ ഒക്കെ എടുത്തിടാൻ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. കാരണം അവളവിടെ ഹാപ്പിയാണെന്ന് പറയുന്നു. ഓക്കെ, ഇപ്പം ഞാനീ പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളിൽ ഇപ്പം ഇവിടെ എന്തുകൊണ്ടൊരു ഇത് കണ്ടെത്തിക്കൂടാന്ന് പറഞ്ഞിപ്പം മനോരമയുടെ ഇന്നോവേറ്റ് എന്നും പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതായത് സ്വന്തമായിട്ട് ഇവിടെ സ്റ്റാർട്ടപ്പ് കണ്ടെത്തിയ പിള്ളേർ ഒരു 21, ജോണി ഓർമ്മയില്ലേ, ഒരു 3 പിള്ളേർ, അവർ 21 വയസ്സുള്ള 3 പിള്ളേർ ചേർന്ന് അവർ പ്രൊഡക്റ്റ് കണ്ടെത്തി. ഫുൾവേ എന്നാണ്, അൽവ, കോഴിക്കോടൻ അൽവ വെച്ചിട്ട് അവർ ഫുൾവേ ആക്കിയിട്ട് അത് വളരെ മനോഹരമായിട്ട് പാക്ക് ചെയ്ത് അവർ ഭയങ്കര സക്സസ്ഫുൾ ആണ്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ പാക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൊതി വരും. നമുക്കൊരു സാമ്പിളൊക്കെ തന്നു. ഞങ്ങൾ അവരുമായിട്ട് ഈ കൺസെപ്റ്റുമായിട്ട് ചേർന്നുകൊണ്ട് അവരുമായിട്ട് ചേർന്ന് നമ്മൾ ക്രൗൺ പ്ലാസയെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. അതിപ്പോൾ എപ്പിസോഡുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കൊച്ചു പിള്ളേർ 21 വയസ്സ് 22 വയസ്സുള്ള പിള്ളേരാണ് നല്ല ഐഡിയാസ് കണ്ടെത്തി. ഇതുപോലെ അവർ ഈ പ്രായത്തിൽ തന്നെ ഒരു മില്യനേഴ്സാണ്. പിന്നെ വേസ്റ്റ് പ്രൊഡക്റ്റിൽ നിന്നും ഒരു കൺസെപ്റ്റ്, അങ്ങനെ കുറെ 10-20 കൺസെപ്റ്റുകൾ അത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അവർക്ക് മനോരമ എന്തൊക്കെയോ ലോൺസും അത് അല്ലാതെ സഹായങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ ഡെഫിനറ്റ്ലി ഇവിടെ സാധ്യതകളുണ്ട്, നമ്മളത് കണ്ടെത്തണം എന്നുള്ളതാണ്. ഇപ്പൊ പൂവിന്റെ ഒരു സംഭവം നമ്മളതൊരു സിംബോളിക്കായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അല്ലാതെ നാളെ എല്ലാവരും ചെറുപ്പക്കാരെല്ലാം കൂടെ കൃഷി നടത്തി ജമന്തിപ്പൂ കൃഷി ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കുന്ന നടക്കത്തില്ല. അതൊരു സിംബോളിക്കലായിട്ടുള്ളൊരു ഒരു കൺസെപ്റ്റ് മാത്രമാണ്.
പിന്നെ ഈ ശമ്പളത്തിന്റെ കാര്യം എൻ്റെ മോക്ക് അവള് പറയുന്നുണ്ട് അവൾക്ക് ഒരു 4-5 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. പക്ഷെ 1 രൂപ സേവ് ചെയ്യാൻ പറ്റില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, ആർക്കും അറിയാത്തൊരു റിയാലിറ്റിയാണ്. നമുക്കിവിടെ ഒരു 60,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ അത് ഈക്വലൻ ടു 5 lakhs in UK. നല്ല കൊള്ളാവുന്ന ഒരു ചെറിയ റൂം, അതിൻ്റെ വാടക, പിന്നെ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ, ഭക്ഷണം, ഇതെല്ലാം കഴിച്ചു വരുമ്പോൾ 1 രൂപ സേവ് ചെയ്യാൻ കാണത്തില്ല. പിന്നെ എന്തിനാ പോകുന്നത്? അപ്പൊ അതൊക്കെ നമ്മൾ അവയർനെസ് ഉണ്ടാവണം. അത് ഞാൻ പറഞ്ഞ് മീഡിയാസ് അവയർനെസ് കൊടുക്കണം. ഇതൊരു അവിടുത്തെ എന്തോ മോൻ UK-യിലാണ്, മോള് UK-യിലാണെന്ന് പറയുന്നതിന്റെ ഒരു സംഭവം അല്ലാതെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ 20 വർഷം ഗൾഫിൽ ജോലി ചെയ്തതാണ്. പക്ഷെ ആ കാലത്ത് ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ കറൻസി വാല്യൂ അവിടുത്തെ നോക്കുമ്പോൾ അന്ന് ഞാൻ പറയാം, ഞാൻ 20 വർഷം ജോലി ചെയ്തിട്ട് ഞാൻ നല്ല രീതിയിൽ ഞാൻ സമ്പാദിച്ചു. അപ്പൊ എൻ്റെ ഫാമിലി എല്ലാ രീതിയിലും രക്ഷപ്പെട്ടു. അപ്പൊ അത് അന്ന് നടന്നിട്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല സിറ്റുവേഷൻ. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ സാധ്യതകൾ കണ്ടെത്തണം. അവരുടെയൊക്കെ കഴിവുകൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കണമെന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടായത്. അപ്പൊ അത് നന്നായിട്ട് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും മീഡിയാസ് എന്നുള്ള രീതിയിൽ ഈ ഒരു സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞാനത് അരുണിൻ്റെ അടുത്തും പറഞ്ഞത്, ആ ഒരു ഇതായിരിക്കും, മെസ്സേജ് ആയിരിക്കണം നിങ്ങൾക്ക് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. താങ്ക് യു. തീർച്ചയായിട്ടും നിങ്ങൾ അതെ വല്ലതും പറയാനുണ്ടോ? അല്ല, മാക്സിമം ഞാൻ പറഞ്ഞ ആളുകളിൽ എത്തിക്കുക, മാക്സിമം എല്ലാവരും കാണുന്നത്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കും നമുക്കും എല്ലാം എല്ലാ ആഘോഷം തന്നെ, ഇതും ഒരു ആഘോഷമാണ്. ഒരു ചെറിയ കാര്യം കൂടെ പറയാം. ഈ സിനിമയിലെ നായകൻ രഞ്ജിത്ത് അവിടുന്ന് ഇങ്ങോട്ട് വന്ന ആളാണ്. പുള്ളിയുടെ പാഷൻ ഇതായതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളും, ഇമ്മൻസ്ലി നല്ല ചുറ്റുപാടുകളുള്ള ഒരാള് അവിടെ ഒരു 16,000 പേരുള്ള ഒരു കമ്പനിയിൽ കസേരയിൽ ഇരിക്കാൻ സാധ്യതകൾ വിളിച്ച് ഇരിക്കണമെന്ന് പറഞ്ഞ ആൾ അത് കളഞ്ഞിട്ട്, എൻ്റെ പാഷൻ ഇതാണ്, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അതാണ് എൻ്റെ പാഷൻ, വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് ഫോക്കസ് മലയാള സിനിമ. വേറെ ഇപ്പൊ തമിഴൊരു സിനിമ വന്നിരുന്നു, സൺ മൂവീസിന്റെ പോയി അത് അഭിനയിച്ചു. അത് കഴിഞ്ഞ് ഇനി മേലാൽ ഞാൻ അങ്ങോട്ട് പോവില്ല, എനിക്ക് മലയാളത്തിൽ തന്നെ അഭിനയിക്കണം, ഇതെൻ്റെ പാഷനാണ്. ഇനി ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഞാൻ സക്സസ്ഫുൾ ആവുമെന്ന് പറയുന്ന ഒരാളാണ് രഞ്ജിത്ത്. അപ്പൊ അങ്ങനെ ഒരു നായകൻ കൂടിയാണ് നമ്മുടെ ഈ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയിലെ രഞ്ജിത്ത് സജീവ്. ഓക്കെ, ഇനി എന്തെങ്കിലും? അലക്സാറും ജോണി ചേട്ടനും അരുണും പറഞ്ഞൊക്കെ തന്നെ. അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഉള്ളൊരു നല്ല ടെക്നിക്കലിയും വിഷ്വലിയും ഒക്കെ നല്ലൊരു സിനിമയാണ്. അപ്പൊ അതിനെ അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പറഞ്ഞ തന്നെ റിവ്യൂ ചെയ്യുന്നവർക്ക് അവർ ആദ്യമേ പറയുന്നുണ്ട്, എല്ലാ റിവ്യൂസും ആദ്യം പറയുന്നുണ്ട് അതൊരു വ്യക്തിപരമായ അഭിപ്രായമാണ്, അവർക്ക് വ്യക്തിപരമായ അഭിപ്രായം പറയാം. കാരണം അവരും ഇതുപോലെ തന്നെ അവർക്കും അതിന് സ്വാതന്ത്ര്യമുള്ളതാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ലല്ല അതിന്റെ അല്ലല്ല ഒരിക്കലല്ല. ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സീനിൽ ഒരാൾ എങ്ങനെ കരയണം എന്നുള്ളത് മറ്റൊരാളല്ല തീരുമാനിക്കുന്നത്, ആ പടത്തിന്റെ ഡയറക്ടറാണ്. അത് ചേട്ടനോടൊപ്പം തന്നെ നിൽക്കുന്നതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അങ്ങനെയുള്ളൊരു നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഒരു സീനിൽ എങ്ങനെ അഭിനയിക്കണം എന്നുള്ളത്, ഞാൻ മോശമായിട്ട് അഭിനയിച്ചു. ഞാൻ 2018 എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഡൗട്ട്ഫുൾ ആയിട്ട് ഞാൻ ജൂഡിനോട് ചോദിച്ചു, ജൂഡ് ഇത്രയും ചെയ്യണോ? ചേട്ടാ അത്രയും ചെയ്യണം എന്ന് പറഞ്ഞ് ആ പടത്തിന് ഒരുപാട് കയ്യടിയും പ്രശംസ നേടിയ ഒരാളാണ് ഞാൻ ആ ക്യാരക്ടറിന്, കുറുക്കൻ കളിക്കേസ്. പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞ ആ ഒരു കൺവിക്ഷൻ ഞാൻ ചെയ്തു. എനിക്കൊരു ഡൗട്ട്ഫുൾ ആയിരുന്നു. പക്ഷെ പുള്ളി പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിച്ച് ചെയ്തു. ഒരു പടത്തിൽ ഒരു കഥാപാത്രം എങ്ങനെ എത്ര ചെയ്യണം, അത് ഏത് രീതിക്ക് ചെയ്യണം, തീർച്ചയായിട്ടും അതിന്റെ മുഴുവൻ ക്രെഡിറ്റും നമ്മൾ ചെയ്യാൻ നമുക്ക് പ്രതിഭയുള്ളവരായിരിക്കണം. അല്ലാതെ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഡയറക്ടറാണ് തീരുമാനിക്കുന്നത്, നമ്മളല്ല. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ വരണം അതിനകത്ത്? അപ്പൊ അത് ജോണിച്ചേട്ടൻ പറഞ്ഞതിനോട് തന്നെ അത് ഇങ്ങനെ ഇന്ന ആൾ ഇങ്ങനെ അഭിനയിക്കണം എന്നുള്ളത് അദ്ദേഹത്തിനും പറയാൻ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് എങ്ങനെ അഭിനയിക്കണം തീരുമാനിക്കുന്നത് അതിന്റെ പടത്തിന്റെ സംവിധായകനും ആ നടനും അല്ലെന്നുണ്ടെങ്കിൽ ആരാണോ ആക്ടർ അവർക്കും ഒരു മീറ്റർ ഉണ്ടാവും. നൻസി ഫ്രീക്വൻസിലാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് നമ്മള് അശ്വതിന്റെ ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഞാൻ തന്നെ പുള്ളിയുടെ എല്ലാവരും കാണുന്നതാണ്, ചിരിക്കാറുണ്ട്. പിന്നെ പുള്ളിയുടെ രീതിയും ഭാഷയും കുറച്ച് ഹാർഷാണ്. അത് പുള്ളിയുടെ ഒരു തനതായ ശൈലിയാണ്. നമ്മൾ ഇങ്ങനെ അദ്ദേഹം പറയാൻ പാടുമെന്ന് നമുക്ക് സ്വാതന്ത്ര്യമില്ല. അതാണ്. അല്ലാണ്ട് ജോണിച്ചേട്ടൻ പറഞ്ഞത് നമ്മള് നൈസായിട്ട് നമ്മള് ഒരേ റൂട്ടിലായിരുന്നല്ല. ഞാൻ ഇപ്പോഴും അതിനോട് തന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിനോട് ഉറച്ചിരിക്കുന്ന ഒരു മാറ്റമില്ല. വേറെ എന്തെങ്കിലും കിംവദന്തി വേണമെങ്കിൽ ചോദിക്കാം.
ആ തുടങ്ങി പറഞ്ഞു തീർന്നില്ല. എനിക്ക് അത് നീ ഇത്ര നേരം ചോദിക്കാനെങ്കിൽ എനിക്കറിയുന്നു നീ ഇങ്ങനെ ഒരു സാധനം ഇടുന്നു. പറഞ്ഞോ. അവിടെ നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടിയില്ലടാ. ദിലീപേട്ടന്റെ പടം ഫസ്റ്റ് ദിവസം നെഗറ്റീവ് പറഞ്ഞ പടം. അത് പറഞ്ഞ അപ്പൊ എനിക്ക് തോന്നുന്നു സിനിമാക്കാർ എന്തുകൊണ്ടാണ് ഇത്രയും പ്രതികരിക്കാത്ത, എന്താണ് അശ്വിൻ ഗോപിനെതിരെ എന്താ പ്രതികരിക്കുന്നത്? പക്ഷെ അത് പുള്ളിയുടെ പൈസ കൊടുത്ത് പുള്ളി ടിക്കറ്റ് വാങ്ങി പുള്ളി സിനിമ കാണുന്നത് പുള്ളിക്ക് പറയാൻ പാടില്ല. അത് എന്ത് വർത്തമാനം അത്? പുള്ളിക്ക് പറയാൻ പാടില്ല. പുള്ളി പറഞ്ഞില്ല, ഞാൻ ഒരിടത്തുനിന്നും ഒരു ടിക്കറ്റ് ഞാൻ ആരുടെ ഓസിന് വാങ്ങി കാണുന്ന ആളല്ല, ഞാൻ സൗജന്യമായിട്ട് വാങ്ങുന്നില്ല. പുള്ളി അയാളുടെ അങ്ങനെയാണെങ്കിൽ എത്രമാത്രം സിനിമകൾ പുള്ളി കാണുന്നു. അപ്പൊ അതെന്താ നമ്മള് പറയുന്നു. അത് വേറൊരു കാര്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ആ കുട്ടി കരയുന്നു. ആ കുട്ടി അടുത്ത സെക്കൻഡിൽ അവൾ ആത്മഹത്യ ചെയ്യാണ് അല്ലേ? അങ്ങനത്തെ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പുള്ളൊരു വീഡിയോ ആണ്. ഈ സിസ്റ്റം കാണട്ടെ, ഈ ലോകം കാണട്ടെ. ഇതിൽ കൂടുതൽ അലറി വിളിക്കും അല്ലേ? ഇതിൽ കൂടുതൽ അലറി വിളിക്കും. ഒരു മനുഷ്യന്റെ ലാസ്റ്റ് മൂമെന്റിൽ ഇതിലും കൂടുതൽ ഇത്രയും അലറി വിളിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് എനിക്ക് തോന്നി. ഞാനിത് കണ്ട് ആദ്യം കാണിച്ചിട്ട് ഒരു കുട്ടിയുടെ പെർഫോമൻസ് കാണിച്ചിട്ട് ഡബിങ്ങിന് മുമ്പ് എന്നെ കാണിച്ചിട്ട് ഞാൻ അരുണേ എന്തായി കുട്ടി കാണിച്ചു വെച്ചാൽ നമ്മൾ അന്തം പെട്ടു പോയി. കാരണം ഓക്കെ ഒറ്റ സീൻ കൊണ്ട് വർക്കാകണം, ഇല്ലെങ്കിൽ ചീറ്റി പോകും UK ഓക്കെ ഇല്ലേ? അപ്പൊ അവിടെ ഇത് പറഞ്ഞത് അതിനെ മാൻസിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വിമർശനങ്ങളൊക്കെ നല്ലതാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞു. എന്നെയൊക്കെ നല്ലപോലെ വിമർശനങ്ങൾ ഒരുപാട് കേൾക്കാറുണ്ട് ഞാൻ, എനിക്കിഷ്ടവുമാണ്. പക്ഷെ അതൊരു വല്ലാതാവരുത്, ഒരു വൈകൃതമാവരുത്, മാനസിക വൈകൃതമാവരുത് വിമർശനം എന്നാണ് എനിക്കത്. ഇത് നമ്മൾ വല്ലാണ്ട് പറഞ്ഞ് വേദനിപ്പിക്കുന്നത്. എന്ത് സുഖം അതിനകത്ത് കിട്ടണേ. നിങ്ങളെല്ലാരും സിനിമ കണ്ടാണോ ഇരിക്കണേ? എത്ര പേര് കണ്ടിട്ടുണ്ട്? ഓൾമോസ്റ്റ് എല്ലാവരും കണ്ട്. നിങ്ങൾക്ക് ആ സീൻ എന്താ തോന്നി? വെറുതെ ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ ചോദിച്ചു അത് തിരിച്ചു ചോദിക്കാം. നിങ്ങൾ ഇത്രയും പേര് സിനിമ കണ്ടതില് മീനാക്ഷി ആ CMന്റെ കാര്യം, ഈ സിനിമയിൽ ഞാൻ കണ്ട 99% ഓഡിയൻസും ആ സീനിൽ ഈ കഴിഞ്ഞ ദിവസം ആളുടെ പേര് പറയല്ല, അദ്ദേഹം വരെ ഇരുന്ന് എന്റെ മുന്നിൽ ഇരുന്ന് കരയണുണ്ട്. അത്രയും ലെജൻഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ. ആ സീനല്ലേ ഏറ്റവും കൂടുതൽ ഹുക്ക് ചെയ്ത്? അതെ. പിന്നെ ആ ചോദ്യത്തിന് ഉത്തരവുണ്ട്. ആ സീൻ ഇത്രയും നിങ്ങൾ മീഡിയാസിൽ ഇത്രയും നിങ്ങൾ സിനിമേനെയൊക്കെ കാണാൻ എനിക്കറിയാം, കുറച്ച് ക്രിഞ്ച് സാധനങ്ങൾ ക്രിഞ്ചായിട്ട് കാണുന്ന ആൾക്കാർ. അത്രയും നിങ്ങൾക്ക് ആ സിനിമയിൽ ആ സീക്വൻസ് ഫീൽ ചെയ്തിട്ട് അതിനെ ആ രീതിയിൽ റിവ്യൂവേഴ്സ് പറഞ്ഞാൽ പിന്നെ അതിന് താഴത്തോട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. അപ്പൊ അതിന്റെ മറുപടി നിങ്ങളിപ്പോ പറഞ്ഞു. അത് പറഞ്ഞില്ല, ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഞാനിപ്പോ ഈ പുള്ളി പറഞ്ഞ എല്ലാ കാര്യങ്ങളും മോശമാണെന്നോ എല്ലാം നല്ലതാണെന്നോ അല്ല, ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്, അതൊക്കെ ഉള്ള കാര്യമാണ്. അപ്പോ സിനിമ പോസിറ്റീവ് സംഭവിച്ചാൽ പിന്നെ നമുക്ക് പോസിറ്റീവ് റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ സിനിമയെ ഏതൊക്കെ രീതിയിൽ മാർക്കറ്റ് ചെയ്യാന്നാണ് എല്ലാവരും ശ്രമിക്കുള്ളൂ. തീർച്ചയായിട്ടും ചിലപ്പോൾ ഞാൻ സീരിയസ്ലി ഇപ്പൊ പുള്ളി അത് ഭയങ്കര പോസിറ്റീവായിട്ട് പറഞ്ഞെങ്കിൽ ഞങ്ങളും കട്ടി തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്കൊരു പരിധിക്കപ്പുറത്തേക്ക് കുറ്റം പറയാനുള്ള അർഹതയില്ല. പക്ഷേ ഞാൻ പറയുന്നത് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മള് പേഴ്സണലി ഒരാളെ വിഷമിപ്പിക്കുക, അത് അത്രേ ഉള്ളൂ. അതായത് ഇപ്പോ ഒരു സാധനം ചെയ്തു, അത് ഈ രീതിയിൽ അഭിനയിച്ച് ശരിയല്ല, എനിക്ക് ആ സ്ഥലത്ത് കണക്ട് ചെയ്യില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ പ്രിൻസ് ആൻഡ് ഫാമിലി ഇന്നലെ 50 ദിവസം ഓടി, ഭയങ്കര മോശം റിവ്യൂ ആയിരുന്നു. അത് എത്രയോ ലക്ഷം ആൾക്കാർ കണ്ടിട്ടായിരിക്കാം ആ സിനിമ ഹിറ്റായത്. അപ്പൊ ആ സിനിമയിൽ പോസിറ്റീവ് ഒന്നുമില്ലേ? ഞാൻ ചോദിക്കണം, പോസിറ്റീവ് ഒന്നുമില്ലേ? പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ റിവ്യൂ ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത പിന്നെ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനോട് എനിക്ക് അത് ഒരാളുടെ പേരെടുത്തിട്ട് കളിയാക്കുന്ന രീതിയിലുള്ളതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, തിയേറ്ററിൽ 100 പേരിരുന്ന് കൈയടിക്കില്ല, 80 പേര് അടിക്കുള്ളൂ, 20 പേരിൽ ഒരാളാണ് പുള്ളി. അപ്പൊ അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല, അയാളത് പറഞ്ഞു. പക്ഷെ ആരെയും പേഴ്സണലായിട്ട് ഹർട്ട് ചെയ്തിട്ടോ. അതെ, ആ കൂടെ ഉള്ളവര് ചിരിച്ചാ പടം 50 ദിവസം ഓടി, അത്രേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് ചിരി വന്നില്ല, അതുകൊണ്ട് ആ പടം പൊളിഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മളെ സിനിമയിൽ പുള്ളിക്ക് അത് കണക്ട് ആയിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് കണക്ട് ആയില്ല, അത് പുള്ളിയുടെ ഇഷ്ടമാണ്. എല്ലാവർക്കും ഇപ്പൊ എന്റെ 2-3 സുഹൃത്തുക്കൾ വിളിച്ചാൽ എനിക്ക് അത്ര സത്യം വർക്കൗട്ട് ആയില്ല. പക്ഷെ അതിന്റെ അപ്പുറത്ത് 100 പേര് നല്ലത് പറഞ്ഞു. ഞാനിപ്പോ ആ 100 പേരെ അല്ലെ 97 പേരാണ് ഞാൻ നോക്കുന്നത്. ബാക്കി 3 പേരെ ഞാൻ നോക്കാനുള്ള സിനിമ കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ ഇരുന്ന് കണ്ട് ഇതിന്റെ കുഴപ്പങ്ങൾ. ഇപ്പൊ ജോണിച്ചേട്ടൻ ചിലപ്പോൾ ഡയറക്ടറാണ്, ആരും ഇന്ന സ്ഥലത്ത് പാളിച്ചു വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കും. ഈ കറണ്ട് സിറ്റുവേഷനിൽ ഞാൻ അതിനെ ഒട്ടും ആലോചിക്കില്ല. പക്ഷെ ആരെ പേഴ്സണലി ഹർട്ട് ചെയ്തത്, ഇപ്പൊ സാരിക ആയാലും അല്ലെങ്കിൽ മൂസി ആയാലും എന്നെ ആയാലും ക്യാമറമാൻ ആരെയായാലും ജോണിച്ചേട്ടൻ എല്ലാവരും പറയണ രീതിയിൽ അതിനെ കളിയാക്കുമ്പോൾ അവർക്ക് തുടക്കം പിള്ളേരല്ലേ, അപ്പൊ അവർക്കത് പെട്ടെന്നൊരു ഇത് തോന്നും. അതിനോ മാത്രം എനിക്ക് താല്പര്യമില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞതിന് ഉത്തരവുണ്ട്. മീനാക്ഷിയുടെ പെർഫോമൻസ് ഈ സിനിമയിൽ എല്ലാവരും എടുത്തു പറഞ്ഞാണ്, നിങ്ങൾ ഉൾപ്പെടെ. അപ്പൊ അതിനെ തന്നെ കളിയാക്കുന്ന ആളോട് പിന്നെ അതിന്റെ ബാക്കിലുള്ള എല്ലാ കാര്യങ്ങളെയും കളിയാക്കും. അത്
അദ്ദേഹത്തിന്റെ രീതിയാണ്. ഓക്കെ ഓക്കെ